ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഇംപ്രഷനിസം, പോസ്റ്റ് ഇംപ്രഷനിസം ആൻഡ് വാട്ട് ഇസ് എക്സ്പ്രഷനിസം ഈ 3 ടേംസും കൂടിയാണ് നോക്കാൻ പോകുന്നത്. സോ ആദ്യമേ നമുക്ക് ഇംപ്രഷനിസം എന്താണെന്ന് നോക്കാം. ഇംപ്രഷനിസം എന്ന് പറയുന്നത് ഒരു 19th സെഞ്ച്വറി ആർട്ട് മൂവ്മെൻ്റ് ആണ് ഇംപ്രഷനിസം. ഈ വളരെ ചെറുത്, അതായത് സ്മോൾ ആയിട്ടുള്ള, വളരെ തിൻ ആയിട്ടുള്ള, വിസിബിൾ ആയിട്ടുള്ള ബ്രഷ് സ്ട്രോക്സ് ആയിരിക്കും ഈ പെയിൻറ്റിങ്ങിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു കോമ്പോസിഷൻ ആയിരിക്കും ആ പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. വളരെ ഓപ്പൺ ആയിട്ടാണ് പോർട്രേ ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ നാച്ചുറൽ ലൈറ്റിൽ നിന്നുള്ള, അതായത് നാച്ചുറൽ ലൈറ്റ് ആയിരിക്കും ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ആ പെയിൻറ്റിങ്ങിനകത്ത് നാച്ചുറൽ ലൈറ്റിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് അതുപോലെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുമ്പോൾ ഓർഡിനറി ആയിട്ടുള്ള അല്ലെങ്കിൽ നോർമൽ എവറിഡേ ലൈഫിലുള്ള സബ്ജക്റ്റ് മാറ്റർ ആയിരിക്കും ഇവർ യൂസ് ചെയ്യുന്നത്. അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു വിഷ്വൽ ആംഗിൾസിലായിരിക്കും ഈ പെയിൻറ്റിങ് അല്ലെങ്കിൽ ഈ ഒരു ആർട്ട് വർക്ക് പോർട്രേ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് ഹ്യൂമൻ പെർസെപ്ഷനെ കുറിച്ച് അല്ലെങ്കിൽ ഹ്യൂമൻ എക്സ്പീരിയൻസിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ ഒരു പെയിൻറ്റിങ്ങിനകത്ത് കാണാൻ സാധിക്കും. പാരീസിലാണ് ഇംപ്രഷനിസം ഒറിജിനേറ്റ് ചെയ്തത്. ആൻഡ് അവിടെ ഈ ആർട്ടിസ്റ്റുകളെല്ലാം കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിബിഷൻസ് ഒക്കെ 1870s 1880s ഒക്കെ കണ്ടക്ട് ചെയ്തു. അങ്ങനെ ആണ് ഇത് വളരെയധികം പോപ്പുലർ ആയത്. പക്ഷേ ഈ ഇംപ്രഷനിസ്റ്റുകൾ ഫ്രാൻസിലുള്ള ആർട്ട് കമ്മ്യൂണിറ്റി, അതായത് പഴയ കൺവെൻഷണൽ ആയിട്ടുള്ള ആർട്ട് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുപാട് രീതിയിലുള്ള ഹാർഷ് ക്രിറ്റിസിസം ഇവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു ടൈറ്റിൽ ഉണ്ടല്ലോ, ഇംപ്രഷനിസം എന്നുള്ളൊരു ടൈറ്റിൽ കിട്ടിയത് അല്ലെങ്കിൽ ടൈറ്റിൽ കൊടുത്തതെന്ന് പറയുന്നത് ക്ലോഡ് മോണെ ആണ് കൊടുത്തത്. ക്ലോഡ് മോണെ. ഓക്കെ. അതാണ് നമ്മുടെ ഇംപ്രഷനിസം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, അപ്പോൾ എന്തൊക്കെയാണ് ഇംപ്രഷനിസം എന്ന് പറയുമ്പോൾ സ്മോൾ തിൻ ബ്രഷ് സ്ട്രോക്സ് ആയിരിക്കും, ഓർഡിനറി സബ്ജക്റ്റ് മാറ്റർ, റിയൽ വേൾഡിലുള്ള ആളുകളെ ആയിരിക്കും അല്ലെങ്കിൽ റിയൽ വേൾഡിലുള്ള ഒബ്ജക്ട്സ് അല്ലെങ്കിൽ പീപ്പിളിനെ അല്ലെങ്കിൽ ഇഷ്യൂസിനെ ആയിരിക്കും ഇത് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഇസ് പോസ്റ്റ് ഇംപ്രഷനിസം. പോസ്റ്റ് ഇംപ്രഷനിസം എന്ന് പറയുന്നത് വെസ്റ്റേൺ പെയിൻറ്റിങ്ങിലെ ഒരു മൂവ്മെൻ്റാണ്. ഫ്രാൻസിൽ തന്നെയാണ് വന്നത്. അതിനെ ഇംപ്രഷനിസത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു ഇംപ്രഷനിസം എന്നുള്ള സ്റ്റൈലിൻ്റെ റിജക്ഷനായിട്ടും കൺസിഡർ ചെയ്യാം. അതായത് ഇംപ്രഷനിസം എന്നുള്ളൊരു മൂവ്മെൻറ്റിൽ എന്തൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ടായോ അതിനെയെല്ലാം റിജക്റ്റ് ചെയ്തുകൊണ്ട് വന്നതാണ് പോസ്റ്റ് ഇംപ്രഷനിസം എന്ന് പറയുന്നത്. പോസ്റ്റ് എന്ന് വെച്ചാൽ മീനിങ് എന്താണ്? ആഫ്റ്റർ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ അത് ഫ്രഞ്ച് ആർട്ട് മൂവ്മെൻ്റ് ആണ്. 1886 തൊട്ട് 1905 വരെയാണിത് നിന്നിരുന്നത്. ഇതെന്ന് പറയുന്നത് ഈ നാച്ചുറലിസ്റ്റിക് ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ലൈറ്റ് ആണെങ്കിലും കളർ ആണെങ്കിലും വളരെ നാച്ചുറൽ ആയിട്ടായിരിക്കും ഈ പെയിൻറ്റിങ്സ് ഒക്കെ ഡെപ്പിക്റ്റ് ചെയ്യാൻ ഈ ഇംപ്രഷനിസ്റ്റുകൾ ശ്രദ്ധിച്ചിരുന്നത്. പക്ഷേ പോസ്റ്റ് ഇംപ്രഷനിസം ഇതിനെല്ലാം എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിനെ വളരെ സബ്ജക്റ്റീവ് അപ്രോച്ചാണ് കൊടുത്തത്. അതായത് ആർട്ടിസ്റ്റിൻ്റെ ഇമോഷനാണ് പെയിൻറ്റിങ്ങിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അല്ലാതെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ളൊരു വർക്കിനായിരിക്കത്തില്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ ഒരു പോസ്റ്റ് ഇംപ്രഷനിസം എന്നുള്ളൊരു ടേം കോയിൻ ചെയ്തിരിക്കുന്നത് റോജർ ഫ്രൈ ആണ്. 19th സെഞ്ച്വറി പെയിൻറ്റേഴ്സ് ആയിട്ടുള്ള പോൾ ഗോഗിൻ, അതുപോലെ തന്നെ വിൻസെന്റ് വാൻ ഗോഗ് എന്നിവരുടെ പെയിൻറ്റിങ്സിലൊക്കെ നമുക്ക് ഈ പോസ്റ്റ് ഇംപ്രഷനിസം എന്നുള്ള ഈ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കും. ഈ പെയിൻറ്റേഴ്സ് എക്സെപ്റ്റ് വാൻ ഗോഗ് എന്ന് പറയുന്ന പെയിൻറ്റേഴ്സ് ബാക്കി എല്ലാവരും ഫ്രഞ്ചുകാരായിരുന്നു. ആൻഡ് അവരെല്ലാവരും ഇംപ്രഷനിസം എന്നുള്ള ടെക്നിക്ക് വെച്ചിട്ടാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും ആ സ്റ്റൈൽ ഉപേക്ഷിച്ചിട്ട് അവരുടേതായിട്ടുള്ള പേഴ്സണൽ ആർട്ട് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പോസ്റ്റ് ഇംപ്രഷനിസം എന്ന് പറയുന്നത് ഹൈലി പേഴ്സണൽ ആയിട്ടുള്ള ആർട്ടാണ്. എന്താണോ നമ്മുടെ ഓതറിന് തോന്നുന്നത് അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന് തോന്നുന്നത് അതായിരിക്കും നമ്മളവിടെ കാണുന്നത്. ആ ആർട്ടിസ്റ്റിൻ്റെ മൈൻഡ് സെറ്റാണ് നമ്മളവിടെ കാണുന്നത്. ഓക്കെ. പിന്നെ ഇംപ്രഷനിസം എന്ന് പറയുന്നത് എന്താണ്? നേച്ചറിനെ അല്ലെങ്കിൽ നാച്ചുറലായിട്ട് അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്, കളറാണെങ്കിലും ലൈറ്റ് ആണെങ്കിലും. പോസ്റ്റ് ഇംപ്രഷനിസ്റ്റ് ഇതിനെ അങ്ങ് റിജക്റ്റ് ചെയ്തു. കാരണം അതിനെ ലിമിറ്റേഷൻ എന്ന് വിളിച്ചു. കുറച്ചും കൂടി ആംബീഷ്യസ് ആയിട്ട് അവർ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി കാര്യങ്ങളെയൊക്കെ. അവർ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്യുവർ കളേഴ്സൊക്കെ യൂസ് ചെയ്തു. പിന്നെന്താണ്, അതുപോലെ തന്നെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള സബ്ജക്റ്റ് മാറ്ററിൽ നിന്ന് അവർ ബ്രേക്ക് ഫ്രീ ചെയ്തു. അതായത് ആ ട്രഡീഷണൽ സബ്ജക്റ്റ് മാറ്റേഴ്സിൽ നിന്നെല്ലാം അവർ വ്യതിചലിച്ചിട്ട് അവർ പുതിയ പുതിയ കാര്യങ്ങളിലോട്ടൊക്കെ പോകാൻ തുടങ്ങി. അതുപോലെ തന്നെ ഷോർട്ടായിട്ടുള്ള ബ്രഷ് കളേഴ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് വളരെ ഷോർട്ടായിട്ട് ബ്രഷിനെ ഇങ്ങനെ ബ്രഷ് സ്ട്രോക്സ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവിഡ് കളേഴ്സ് യൂസ് ചെയ്തു. പെയിൻ്റൊക്കെ നല്ല തിക്കായിട്ട് യൂസ് ചെയ്തു. ഓക്കെ.
ആൻഡ് റിയൽ ലൈഫ് സബ്ജക്റ്റ് മാറ്റർ അവരും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഇഷ്ടം ഈ ജിയോമെട്രിക് ഫിഗേഴ്സ് അല്ലെങ്കിൽ ഷേപ്സിനോടായിരുന്നു ഇവർക്ക് കൂടുതൽ ഇഷ്ടം. അവർ ഈ ഫോമൊക്കെ ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ ഓരോന്നിനും ഓരോ ഷേപ്പ് ഉണ്ട്, അതിനെയെല്ലാം അവരിങ്ങനെ വളച്ചൊടിച്ച് കുറച്ച് ഡിസ്റ്റോർട്ട് ചെയ്തിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തിരുന്നത്. ഓക്കെ, ദെൻ അൺനാച്ചുറൽ ആയിട്ടുള്ള കളേഴ്സ് അവർ യൂസ് ചെയ്തു. വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ വളരെ റാൻഡം ആയിട്ടുള്ള കളേഴ്സാണ് അവർ ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പോസ്റ്റ് ഇംപ്രഷനിസത്തിനകത്ത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് ഇംപ്രഷനിസത്തിനകത്ത് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾസ് കുറേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓരോന്നും ഓരോ സിമ്പിളൈസ്, അതായത് ഓരോന്നും ഓരോ കാര്യത്തിനെ സിമ്പിളൈസ് ചെയ്യുന്ന രീതിയിലായിരുന്നു പെയിൻറ്റിങ്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സിംബോളിക് കണ്ടന്റ് കൂടുതലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പോസ്റ്റ് ഇംപ്രഷനിസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് എക്സ്പ്രഷനിസം. എക്സ്പ്രഷനിസം എന്ന് പറയുന്നത് ജർമ്മനിയിലാണ് വന്നത്. മെയിനായിട്ട് അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ജർമ്മനിയാണ്. അതെന്ന് പറയുന്നത് ഈ ഹ്യൂമൻ ബീയിങ്സിൻ്റെ മോഡേൺ വേൾഡിൽ അവർ ഫേസ് ചെയ്ത്, അതായത് ഈ വേൾഡ് വാറിൻ്റെ സമയത്ത് ആ ഒരു സമയത്താണ് ഇത് ഭയങ്കരമായിട്ട് ഫേമസ് ആയത്, ഈ ഒരു കൈൻഡ് ഓഫ് ടെക്നിക്ക്, ആർട്ട് ടെക്നിക്ക്. അപ്പം നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന് ആ സമയം നമ്മൾ ഫേസ് ചെയ്ത ആൻസൈറ്റി, സ്പിരിച്വൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ, പിന്നെ ഗോഡിൽ നിന്ന് വിട്ട് മാറി നിൽക്കുക, ആ ഒരു ക്രൂവൽറ്റി, ആൻസൈറ്റി, ഹ്യൂമാനിറ്റിയുടെ ഒരു ഡിസ്റ്റർബ്ഡ് റിലേഷൻഷിപ്പ് വിത്ത് ദ വേൾഡുമായിട്ട് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പിലുണ്ടായ ഒരു ഡിസ്റ്റർബൻസ്, പിന്നെ സ്പിരിച്വാലിറ്റിയിലോട്ടുള്ള ഒരു ലോങ്ങിങ്, അതായത് ഗോഡുമായിട്ട് അടുക്കണം എന്നുള്ള കാര്യങ്ങൾ, ഒരു ഒറിജിനാലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഒതൻറ്റിസിറ്റിയിൽ നിന്നുള്ള ഒരു വ്യതിചലനം, അതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു എക്സ്പ്രഷനിസം എന്ന് പറയുന്നത് ഇംപ്രഷനിസത്തിനെതിരെ വന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ അക്കാഡമിക്കലി ആർട്ടിനെതിരെ വന്നൊരു കാര്യമാണ് എക്സ്പ്രഷനിസം എന്ന് പറയുന്നത്. അത് ഈ സിംബോളിസ്റ്റ് മൂവ്മെൻറ്റ്, അതായത് 19th സെഞ്ച്വറിയിൽ വന്ന സിംബോളിസ്റ്റ് മൂവ്മെൻറ്റിൽ നിന്നും ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വന്നതാണ്. എക്സ്പ്രഷനിസ്റ്റുകളുടെ എക്സാമ്പിൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിൻസെന്റ് വാൻ ഗോഗ് പറയാം, എഡ്വേർഡ് മഞ്ച് പറയാം. ഈ എഡ്വേർഡ് മഞ്ചിനെയൊക്കെ നമ്മൾ പെയിൻറ്റിങ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതിന് മുന്നേ നമുക്ക് ഈ ടേംസ് അറിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഈ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോമിനെ എല്ലാം ഇവർ ഡിസ്റ്റോർട്ട് ചെയ്ത് കളയും. അതുപോലെ തന്നെ സ്ട്രോങ് കളേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഏത് പെയിൻറ്റിങ് എടുത്ത് നോക്കിയാലും അതിനകത്തുള്ള ഫിഗേഴ്സ് എന്ന് പറയുന്നത് ആൻസൈറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ലോങ് ചെയ്ത് ഇങ്ങനെ നിൽക്കുന്ന കണക്ക് നമുക്ക് തോന്നും. വളരെ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഫിഗേഴ്സ് ആയിരിക്കും അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. 1905 തൊട്ട് 1920 വരെയാണ് ഈ ഒരു എക്സ്പ്രഷനിസ്റ്റ് മൂവ്മെൻറ്റ് ലാസ്റ്റ് ചെയ്തിരുന്നത്. യൂറോപ്പിലൊക്കെ സ്പ്രെഡ് ചെയ്തിരുന്നതും ഈ ഒരു കാലഘട്ടത്തിലാണ്. ഓക്കെ, പിന്നെ എക്സ്പ്രഷനിസം പുതിയ സ്റ്റാൻഡേർഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്തു ആർട്ടിൽ. അതായത് പുതിയ ടൈപ്പ് ഓഫ് ക്രിയേഷൻ അല്ലെങ്കിൽ പുതിയ ടൈപ്പ് ഓഫ് ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. ആർട്ടിസ്റ്റിൻ്റെ തന്നെ ഇമോഷൻസ് ആണ് നമുക്കും ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. അതായത് ആർട്ടിസ്റ്റിൻ്റെ ഫീലിങ്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൂടുതൽ ഇമ്പോർട്ടൻസ് അങ്ങനെയാണ് വരുന്നത്. ആർട്ടിസ്റ്റിൻ്റെ മൈൻഡിലുള്ള എന്താണോ അതാണ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ വളരെ എക്സാജറേറ്റഡ് ആയിട്ടുള്ള ബ്രഷ് സ്ട്രോക്സ് ആണ്. നമ്മളിപ്പോൾ ഇംപ്രഷനിസം എടുത്തപ്പോഴൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞ എന്താ, വളരെ തിന്നായിട്ടാണ് ബ്രഷ് വെച്ച് പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തെന്ന് പറയുമ്പോൾ വളരെ ഭയങ്കര വലിപ്പം കൂടി അല്ലെങ്കിൽ വളരെ എക്സാജറേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഓവറായിട്ടാണ് ബ്രഷ് യൂസ് ചെയ്തിരിക്കുന്നത്, കളർ യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഫിഗേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാം വളഞ്ഞ് ഒരുമാതിരി കേർവ്ഡ് ആയിട്ടുള്ള ഫിഗേഴ്സൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ ബോൾഡ് കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ഫിഗേഴ്സ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു പെയിൻറ്റിങ്ങിനകത്ത് നമ്മൾ കാണുന്ന ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഫിഗേഴ്സ് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഇമോഷണൽ സ്റ്റേറ്റ് വളരെയധികം ഡിസ്റ്റർബ്ഡ് ആണെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അതായത് ഈ മോഡേൺ വേൾഡിൽ ഹ്യൂമൻ ബീയിങ്സ് ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് ഫേസ് ചെയ്യുന്ന ആൻസൈറ്റീസ് ആണ് നമ്മൾ ഈ പെയിൻറ്റിങ്സിനകത്ത് കാണുന്നത്. അതിനൊരു ഈസ്തെറ്റിക് അപ്രോച്ച് നമുക്ക് കാണാൻ സാധിക്കുമെങ്കിലും ഈസ്തെറ്റിക് അപ്രോച്ച് ഈ എക്സ്പ്രഷനിസ്റ്റ് പെയിൻറ്റിങ്ങിൽ കൂടുതൽ വരുന്നത് പെയിൻറ്റേഴ്സ് ആയിട്ടുള്ള വിൻസെന്റ് വാൻ ഗോഗിലും എഡ്വേർഡ് മഞ്ചിലുമാണ്. ഇവരാണ് കൂടുതലും ഈസ്തെറ്റിക്കലി കുറച്ചും കൂടി അതിനെ പ്രോമിസിംഗ് ആക്കി മാറ്റിയത് ഈ പെയിൻറ്റിങ്സിനെ. അതുപോലെ തന്നെ അവർ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളർ പാലറ്റ്സ് ആണ് യൂസ് ചെയ്തിരുന്നത്. ബ്രഷ് സ്ട്രോക്സ് ഞാൻ പറഞ്ഞു ഭയങ്കര വലിപ്പം കൂടിയ കളർ, അതായത് ബ്രഷ് വെച്ചിട്ട് ഭയങ്കര വലിപ്പം കൂടിയ രീതിയിലാണ് കളർ അടിച്ചേക്കുന്നത് അതിനകത്ത്. പിന്നെ അതുപോലെ തന്നെ ടെക്സ്ചർ എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ഓവറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഒരു പുതിയ രീതിയിലുള്ള പെയിൻറ്റിങ്സ് ആണ് ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ ഒരു റെപ്രസെൻറ്റേഷൻസ് എന്ന് പറയുന്നത് തന്നെ ഈ ഇൻഡിവിജ്വൽസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ മോഡേൺ വേൾഡിൽ ഓരോ ഇൻഡിവിജ്വൽസും ഐസൊലേഷൻ അല്ലെങ്കിൽ ലോൺലിനെസ് ഒക്കെ ഫേസ് ചെയ്യുന്നവരാണ്. ഈ ഒരു ഏലിനേറ്റഡ് ഇൻഡിവിജ്വൽസിൻ്റെ ലൈഫാണ് ഈ ഒരു മോഡേൺ സിറ്റിയിലുള്ള അവരുടെ ആ ഒരു ഐസൊലേഷൻ അല്ലെങ്കിൽ ഒറ്റപ്പെടലാണ് ഈ ഒരു പെയിൻറ്റിങ്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ക്യാപിറ്റലിസത്തിൻ്റെ റോള് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ അർബൻ സിറ്റിയിൽ അല്ലെങ്കിൽ ഈ അർബൻ സിവിലൈസേഷൻ വന്നപ്പോൾ ഇൻഡിവിജ്വൽസ് എല്ലാം എന്ത് ചെയ്തു, അങ്ങോട്ടും ഇങ്ങോട്ടും ഐസൊലേറ്റഡ് ആവാൻ തുടങ്ങി. ഒറ്റയ്ക്കുള്ള ജീവിതം, ഒറ്റയ്ക്കുള്ള ആ ഒരു ഇമോഷൻസ് ഒക്കെ ഒറ്റയ്ക്ക്
നേരിടാൻ തുടങ്ങിയപ്പോൾ അവർക്കുണ്ടാവുന്ന ആംഗ്വിഷസ് അല്ലെങ്കിൽ ആൻസൈറ്റീസ് അല്ലെങ്കിൽ പ്രശ്നങ്ങളാണ് ഈ എക്സ്പ്രഷനിസം പോലുള്ള പെയിൻറ്റിങ്സിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ 3 ടേംസ് നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് പെയിൻറ്റിങ്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.